അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ ഇബ്നു ബത്താ റഹിമഹുല്ലാ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അബു അബ്ദില്ലാ ഉബൈദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ ഉക്ബരി റഹിമഹുല്ലാ ഇബ്നു ബത്താ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ വഫാത്താകുന്നത് ഹിജ്റ 387-ലാണ്. അദ്ദേഹം പറയാണ്, അസ്വനുന്നാസി ലിനഫ്സിഹി അഹ്ഫളുഹും ലിലിസാനിഹി വഅശ്ഗലുഹും ബിദീനിഹി വഅത്റകുഹും ലിമാ ലാ യഅനീഹി. അസ്വനുന്നാസി ലിനഫ്സിഹി, ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം നഫ്സിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചവൻ ആരാണ്? സ്വന്തത്തെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവൻ. അഹ്ഫളുഹും ലിലിസാനിഹി, ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം നാവ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. അപ്പോൾ സ്വന്തത്തെ സംരക്ഷിക്കുന്നവന് ആരാണ്? അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം നാവ് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അശ്ഗലുഹും ബിദീനിഹി, അവരുടെ കൂട്ടത്തിൽ സ്വന്തം ദീനിൻ്റെ കാര്യത്തിൽ ശുഗിലാകുന്നവനാണ്. സ്വന്തം ദീനിയായ നിലവാരം, മതപരമായ നിലവാരം പരിശോധിക്കുകയും അത് നിരന്തരം അതിനെക്കുറിച്ച് ആലോചിക്കുകയും എൻ്റെ ദീൻ, എൻ്റെ മതപരമായ അവസ്ഥ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും സ്വന്തം കാര്യം ചിന്തിച്ച് അത് ശരിപ്പെടുത്താൻ വേണ്ടി അതിൽ മശ്ഗൂലായിട്ടുള്ള ആളുകൾ, അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം നഫ്സിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവർ. വഅത്റകുഹും ലിമാ ലാ യഅനീഹി, അതുപോലെ തന്നെ അവർക്കാവശ്യമില്ലാത്ത, സ്വന്തത്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുന്നവരാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അവന് ആവശ്യമില്ലാത്ത കാര്യം ഉപേക്ഷിക്കുന്നത്, അവരുമാണ് സ്വന്തം നഫ്സിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം നഫ്സിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവർ, അവർക്കുള്ള 3 വിശേഷണങ്ങളാണ് ഇബ്നു ബത്താ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാരാണ്? അവർ അവരുടെ നാവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശുഗിലാകുന്നവരാണ്. അതുപോലെ തന്നെ അവർക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുന്നവരാണ്. തനിക്കാവശ്യമില്ലാത്ത കാര്യം ഉപേക്ഷിക്കുന്നു. സ്വന്തം ദീനിയായ നിലവാരം നിരന്തരം പരിശോധിച്ച് അത് ശരിപ്പെടുത്താൻ വേണ്ടി അതിൽ ശുഗിലാകുന്നവർ. മറ്റുള്ളവരുടെ കാര്യമല്ല, മറ്റുള്ളവരുടെ ദീൻ എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ പോരായ്മകൾ എന്താണ്, അതിലല്ല. സ്വന്തം ദീനിയായ നിലവാരം ഉയർത്താൻ വേണ്ടി, പോരായ്മകൾ നികത്താൻ വേണ്ടി അതിനെക്കുറിച്ച് ആലോചിച്ചും അതിൽ ശുഗിലായിട്ടുള്ളവർ. അതുപോലെ തന്നെ നാവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവർ, അവരാണ് സ്വന്തത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളും ഈ ഒരു നിലവാരത്തിലേക്ക് ഉയരണം. നമ്മൾ നമ്മുടെ നഫ്സിനെ, നമ്മുടെ സ്വന്തത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നുമേ പറയാൻ പാടില്ല. നാവിനെ അങ്ങേയറ്റം സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മതപരമായ കാര്യങ്ങൾ, നമ്മുടെ ദീനിയായ നിലവാരം, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറവുകൾ, അതിനെക്കുറിച്ചായിരിക്കണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങൾ, അത് ഹലാലായ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാളുടെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് അവനാവശ്യമില്ലാത്ത കാര്യം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇത് 3 നമ്മൾക്ക് പാലിക്കാൻ സാധിക്കണം. നാവിനെ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമ്മളെക്കുറിച്ച് ആലോചിക്കുകയും ആത്മപരിശോധന നടത്തുകയും ആത്മവിചാരണ നടത്തുകയും ചെയ്യുക. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെടിയുക, ഒഴിവാക്കുക. അള്ളാഹു തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.